പേർഷ്യൻ കടലിടുക്കിലും ഒമാൻ ഉൾക്കടലിലുമായി 37 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന റിപ്പോർട്ട്. കപ്പലുകൾ 1109 ഇന്ത്യൻ നാവികരുണ്ട്. വിദേശകാര്യ മന്ത്രാലയവും ഷിപ്പിംഗ് മന്ത്രാലയവും സ്ഥിതി വീക്ഷിക്കുകയാണ്. റഷീദ് ബിൻ മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. റഷീദ്, എന്താണ് ഈ സിനാരിയോ? നിഷാദ്, ഹോർമൂസ് കടലെടുത്ത് അടച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ പേർഷ്യൻ കടലെടുക്കിലും ഒമാൻ ഉൾക്കടലുമായി 37 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. കപ്പലിൽ 1109 ഇന്ത്യൻ നാവികരുണ്ട് എന്നുള്ളതാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ഇതിനോടകം തന്നെ സുരക്ഷാ മുന്നറിയിപ്പുകൾ കപ്പലുകൾക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കപ്പൽ റഡാറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴും ബന്ധപ്പെടണം, കേന്ദ്രവുമായും അതോടൊപ്പം മറ്റു ടോൾ ഫ്രീ നമ്പറുകളിലും ഒക്കെ ബന്ധപ്പെടണം എന്നുള്ളതാണ് നാവികർക്ക് ഇപ്പോൾ കേന്ദ്രം നൽകിയിട്ടുള്ള നിർദ്ദേശം. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം ഷിപ്പിംഗ് മന്ത്രാലയവും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. നാവികർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരെ തിരികെ കൊണ്ടുവരാനും അതോടൊപ്പം കപ്പലുകളുടെ സുഗമമായിട്ടുള്ള ഗതാഗതത്തിനും കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഷിപ്പിംഗ് മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇന്ത്യൻ പതാകയുള്ള 37 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. അതിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.